ഹലോ നമസ്കാരം. എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ പൈസീസിന് വേണ്ടിയിട്ട് മന്ത്ലി ഡിസംബർ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിലും വീഡിയോസ് റെസൊനേറ്റ് ആവാൻ തുടങ്ങുക. അപ്പോൾ പ്ലീസ് ഈ പ്രൊസീജിയർ ഫോളോ ചെയ്യുക. ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ്. ആൻഡ് അതല്ലാണ്ട് നിങ്ങൾക്ക് എൻ്റെ കൂടെ ഒരു പേഴ്സണലായി റീഡിംഗ് ബുക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. പക്ഷേ അത് നിങ്ങളുടെ എനർജി മാത്രമാണ് ടാപ്പ് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ സിറ്റുവേഷൻ്റെ മുകളിലാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റും ചെയ്യും. അപ്പോൾ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതല്ലാണ്ട് നിങ്ങൾക്ക് എൻ്റെ ചാനലിൻ്റെ മെമ്പർ ആവണം വെച്ചാൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. ആൻഡ് അവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് മെസ്സേജസ് റീഡിങ്ങിൽ കാണാം. അപ്പോൾ പൈസീസ്, നിങ്ങളുടെ ഡിസംബർ മാസത്തിൻ്റെ എന്താണ് മെസ്സേജസ് എന്ന് നമ്മൾക്ക് നോക്കാം. ഡിസംബർ മാസത്തിൻ്റെ മെസ്സേജ് പൈസീസിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഓവറോൾ എനർജി. ഓവറോൾ എനർജി നിങ്ങൾക്ക് വേണ്ടിയിട്ട് മജിഷ്യൻ ആണ്. നിങ്ങളുടെ പാസ്റ്റ് എനർജിയിൽ 9 ഓഫ് കപ്സ്. നിങ്ങളുടെ കറണ്ട് ഡിസംബർ എനർജി കിങ് ഓഫ് സോർഡ്സ്. നിങ്ങളുടെ ഫ്യൂച്ചർ എനർജി ഹെർമിറ്റ്. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് 7 ഓഫ് സോർഡ്സ് ആണ്. നിങ്ങളുടെ അഡ്വൈസ് വേൾഡ്. നിങ്ങളുടെ ഹിഡൻ ഫാക്ടറിൽ 4 ഓഫ് പെന്റിക്കിൾസ്. ആൻഡ് നിങ്ങളുടെ ഔട്ട്കം ആണ് ഈ കാർഡ്. ഇത് നമ്മൾ എൻഡിൽ നോക്കാം എന്താണെന്ന്. അപ്പോൾ പൈസീസ്, ഇവിടെ ഞാൻ കാണുന്നത് മജിഷ്യൻ ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. അപ്പോൾ ഓവറോൾ എനർജി മജിഷ്യൻ ആകുമ്പോൾ ഇത് ഒരു മാനിഫെസ്റ്റേഷൻ്റെ കാർഡാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താ മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് വെച്ചാൽ ഡിസംബർ നല്ല സമയമാണ് മാനിഫെസ്റ്റ് ചെയ്യാൻ. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ഗോൾ ഉണ്ട്, ഒരു ഡിസയർ ഉണ്ട്, അതൊക്കെ ഈസിലി മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും ഡിസംബർ മാസത്തിൽ. അത് മാത്രമല്ല, നിങ്ങൾ ഓൾറെഡി എന്തോ വിചാരിച്ച മാതിരി ആവാൻ പോകുന്നുണ്ട്. പറഞ്ഞാൽ നിങ്ങൾ ഡിസയർ ചെയ്ത ഒരു കാര്യം ഉണ്ടാവാൻ പോകുന്നുണ്ട്, മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ ഡിസംബറിൽ. ഈ കാര്യം എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. ഈ മജിഷ്യൻ ഇവിടെ എന്തുകൊണ്ടാണ്? 8 ഓഫ് വാൻഡ്സ് ഉണ്ട് ഇവിടെ. ആൻഡ് ചാരിയറ്റ് ഉണ്ട്. അപ്പം നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ഒരു കമ്മ്യൂണിക്കേഷൻ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഒരു പേഴ്സന്റെ സൈഡിൽ നിന്ന്. അത് വരാൻ പോകുന്നുണ്ട് ഈ മാസം. അതല്ലാണ്ട് നിങ്ങൾക്ക് കരിയറിൽ സക്സസ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പേഴ്സണൽ ലൈഫിൽ സക്സസ് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങൾ എന്താ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു വെച്ചാൽ അതൊക്കെ ഫോർവേഡ് മൂവ്മെന്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. മുമ്പോട്ട് പോകുന്നുണ്ട് എന്ന് വെച്ചാൽ ഒരു ബ്ലോക്കും ഇല്ലാണ്ട് ഡിസംബർ മാസം നിങ്ങൾക്ക് കുറെ ഒരു ഫോർവേഡ് മൂവ്മെന്റ് ഉള്ള ടൈമാണ്, സമയമാണ്. ട്രാവലും ഞാൻ കാണുന്നുണ്ട്, ഒത്തിരി ട്രാവൽ ഉണ്ടാവും ഈ മാസം. അപ്പോൾ നിങ്ങളുടെ പാസ്റ്റിൽ ഞാൻ കാണുന്നത് 9 ഓഫ് കപ്സ് ആണ്. 9 ഓഫ് കപ്സ് ഒരു വിഷ് ഫുൾഫിൽമെന്റ് എനർജിയാണ് ആക്ച്വലി. നിങ്ങളുടെ എന്തോ ഒരു വിഷ് ഫുൾഫിൽ ആയി, നിങ്ങളൊരു നല്ല ഇമോഷണലി നല്ല ഒരു സ്പേസിലാണ്. 9 ഓഫ് കപ്സ് ഒരു വിഷസ് ട്രൂ ആവണ എനർജിയാണ്. ആൻഡ് നിങ്ങൾക്ക് ആ കോൺഫിഡൻസ് ഉണ്ട് അത് നിങ്ങൾ വേണ്ട മാതിരി നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കുമെന്ന്. ടെമ്പറൻസ് ഉണ്ട് ഇവിടെ, സാജിറ്റേറിയസ് എനർജി. ഇത് ബാലൻസ്ഡ് എനർജിയാണ്, സാജിറ്റേറിയസ് എനർജിയാണ്. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ കുറെ ഹീലിംഗ് ഉണ്ട്. നിങ്ങൾ ഫ്ലോയിൽ പോവാൻ, നിങ്ങൾ ഫ്ലോയിലാണ് പോണത്, ലൈഫിന്റെ ഫ്ലോയിലേക്കാണ് പോണത്. വീൽ ഓഫ് ഫോർച്യൂൺ ഇതൊരു ഗുഡ് ലക്കിന്റെ എനർജിയാണ്. അപ്പൊ പാസ്റ്റിൽ ഞാൻ കാണുന്നത് കുറെ പോസിറ്റീവ് എനർജീസ് ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ. എല്ലാം ഒരു നല്ല പോലെ മുമ്പോട്ട് പോണ്ടായിരുന്നു. നിങ്ങളുടെ പേഴ്സണൽ ലൈഫ്, നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ ഹെൽത്ത് എല്ലാം ഒരു പോസിറ്റീവ് എനർജിയാണ് അവിടെ കാണുന്നത്. അത് മാത്രമല്ല, നിങ്ങളുടെ എന്തോ ലക്കും ടേൺ ചെയ്യണു. അപ്പോൾ എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ട് സമയം ഉണ്ടായിരുന്നു വെച്ചാലും അത് ഇപ്പോ ഒരു നല്ല സമയത്തിൽ കൺവേർട്ട് ആവണു, നല്ല സമയം വരാൻ പോകുന്നുണ്ട്, അങ്ങനത്തെ ഒരു എനർജിയാണ്.
കിങ് ഓഫ് സോഡ്സ് ആണ് നിങ്ങളുടെ കറന്റ് എനർജി. അപ്പൊ കറന്റ് എനർജിയിൽ ഞാനൊരു എക്വേരിയസ് പേഴ്സണിനെ കാണുന്നുണ്ട്. ഇത് എക്വേരിയസ് അല്ലച്ചാ ഇത് നിങ്ങളുടെ എനർജി ആവാം. നിങ്ങൾ കുറെ പ്രാക്ടിക്കലായി കാര്യങ്ങൾ ഡിസിഷൻസ് എടുക്കണു. പ്രാക്ടിക്കലായി കമ്മ്യൂണിക്കേഷനും കുറെ ക്ലിയറും പ്രാക്ടിക്കലായിട്ടാണ്. 5 ഓഫ് പെന്റിക്കിൾസ് ഉണ്ട് ഇവിടെ. ജോലിയുടെ കാര്യത്തിൽ കുറച്ച് സൂക്ഷിക്കണം. എന്നുവെച്ചാൽ ഇവിടെ ഒരു ലോസ് ഉണ്ട്. ഓക്കെ, ഒരു ഫിനാൻഷ്യൽ ലോസ് ഞാൻ കാണുന്നുണ്ട്. പക്ഷെ അതർവൈസ് ഒരു നല്ല ഇൻഡിപെൻഡന്റ് ആയി ഒരു ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് പൊസിഷനിലായിരിക്കും നിങ്ങൾ ഈ മാസം. അപ്പോൾ കരിയറിന് ഈ മാസം നല്ല മാസമാണ്. ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ, കുറെ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ സൂക്ഷിച്ചിട്ട് ചെയ്യണം. അതിൽ ഞാൻ കുറച്ചൊരു ലോസ് കാണുന്നുണ്ട്. പക്ഷെ ആ ലോസ് ഉണ്ടായിട്ടും നിങ്ങൾ നല്ല പൊസിഷനിലാണ്. ഓക്കെ, നിങ്ങൾക്ക് അത്ര വലിയ ലോസ് ഒന്നും അല്ല. അത് മാത്രമല്ല കുറച്ചൊരു സെൽഫ് കോൺഫിഡൻസിന്റെ കുറവും ആവാം. പക്ഷെ ജനറലി ഞാനൊരു സിംഗിൾ ഇൻഡിപെൻഡന്റ് പേഴ്സന്റെ എനർജിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിലാണ് വെച്ചാലും ഈ മാസം നിങ്ങളുടെ ഫോക്കസ് റിലേഷൻഷിപ്പ് അല്ല, നിങ്ങളുടെ ഫോക്കസ് കരിയർ ആണ്. അതുകൊണ്ടാണ് ഇവിടെ എല്ലാം കരിയർ റിലേറ്റഡ് കാർഡ്സ് കാണുന്നത്. നിങ്ങളുടെ ഫ്യൂച്ചറിൽ ഹെർമിറ്റ് ആണ്. അപ്പോൾ ഹെർമിറ്റ് ഒരു വിസ്ഡമിന്റെ എനർജിയാണ്, ഒരു നിങ്ങളുടെ എക്സ്പീരിയൻസിന്റെ എനർജിയാണ്. പറഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യത്തിൽ ഒരു നിങ്ങൾ ഒരു സബ്ജക്റ്റിൽ ഒരു വിസ്ഡം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പറഞ്ഞാൽ നിങ്ങൾ അതിൽ കൂടുതൽ ഇൻഫർമേഷൻ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ നമ്മളൊരു സബ്ജക്റ്റിൽ PhD ചെയ്യണ മാതിരിയാണ് ഹെർമിറ്റ് എനർജി. ഒരു സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ഒരു PhD കിട്ടണം. PhD പറഞ്ഞാൽ ലിറ്ററലി PhD അല്ല, പക്ഷെ അതിൽ അത്രയും നിങ്ങൾക്ക് ഒരു നോളജ് ഉണ്ടായതുകൊണ്ട് നിങ്ങൾ ഒരു ലീഡറായിട്ടാണ് ആൾക്കാർ നിങ്ങളെ ആ ഫീൽഡിൽ ലീഡറായിട്ടാണ് കൺസിഡർ ചെയ്യണേ. അപ്പോൾ നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണ് വെച്ചാൽ ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് നല്ല സമയമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയതായി പഠിക്കണം വെച്ചാൽ ഒരു സ്കിൽ ഡെവലപ്മെന്റ് ചെയ്യണം വെച്ചാൽ അതും ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾ ഫ്യൂച്ചറിൽ ചെയ്യുന്നുണ്ട്. ഏതോ ഒരു സബ്ജക്റ്റിൽ നിങ്ങൾ റിസർച്ച് ചെയ്യേണ്ട വെച്ചാൽ നിങ്ങൾ അതിൽ മാസ്റ്റർ ആവും. പറഞ്ഞാൽ അത്രയും നിങ്ങൾ അതിൽ നല്ല പോലെ സക്സീഡ് ചെയ്യും. ഓക്കെ, അങ്ങനത്തെ എനർജിയാണ് ഇവിടെ ഹെർമിറ്റിന്റെ. ഇപ്പൊ റിലേഷൻഷിപ്പിലും ഹെർമിറ്റ് ഒരു ഐസൊലേഷന്റെ എനർജിയാണ്. അപ്പൊ ഞാൻ ഇവിടെ റിലേഷൻഷിപ്പ് ഞാൻ കാണില്ല. ഓക്കെ, മോസ്റ്റ്ലി ഇവിടെ നിങ്ങൾ കരിയർ ഫോക്കസ്ഡ് ആണ് ഈ മാസം. അപ്പോൾ ഹെർമിറ്റ് ഇവിടെ എന്താണ്, നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാച്ചാലും ഒരു ടോറസ് ആയിരിക്കും ഇവിടെ നിങ്ങൾ ഡീൽ ചെയ്യണ പേഴ്സൺ. പക്ഷെ ഇവിടെ ഒരു സെപ്പറേഷൻ ഇല്ല, ഒരു ഐസൊലേഷൻ ആണ് ഞാൻ കാണുന്നത്. നിങ്ങളുടെ ഫോക്കസ് ഈ പേഴ്സന്റെ മുകളിലല്ല. ഓക്കെ, നിങ്ങളുടെ ഫോക്കസ് നിങ്ങളുടെ ഞാൻ പറഞ്ഞ മാതിരി സ്പിരിച്വാലിറ്റി, കുറെ ഹൈറ്റൻഡ് സ്പിരിച്വാലിറ്റി പറഞ്ഞാൽ നിങ്ങൾ കൂടുതൽ സ്പിരിച്വാലിറ്റിയിലായിരിക്കും നിങ്ങളുടെ ഫോക്കസ് ഉള്ളത്. ആൻഡ് ഒരു സെപ്പറേഷനും ഞാൻ കാണുന്നുണ്ട്. ഇവിടെ 2 ആൾക്കാരുണ്ട്, ഒരു ടോറസ് എനർജി ഉണ്ട്, ഒരു ഫയർ സൈൻ ഉണ്ട്, ഏരീസ് ലിയോ സാജിറ്റേറിയസ്. അപ്പോൾ ജനറലി നിങ്ങളൊരു ഐസൊലേറ്റഡ് എനർജിയിലാണ്. ആരും ഫ്രണ്ട്സിന്റെ കൂടെ ഒന്നും അത്ര സോഷ്യലൈസിങ്ങും ഉണ്ടാവില്ല. നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ എന്തെങ്കിലും ഞാൻ പറഞ്ഞ മാതിരി സ്കിൽ ഡെവലപ്മെന്റ് ചെയ്യേണ്ട വെച്ചാൽ അതിൽ നിങ്ങൾക്ക് കുറെ സക്സസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് 7 ഓഫ് സോഡ്സ് ആണ്. ഡിസംബർ മാസത്തിൽ ഇഷ്യൂസ് ഉണ്ടാച്ചാലും നിങ്ങൾ അതിനെ ഡീൽ ചെയ്യാൻ പോകുന്നില്ല. പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു എസ്കേപ്പ് ചെയ്യണ എനർജിയിലാണ് നിങ്ങൾ. അപ്പോൾ ഇഷ്യൂസ് ഉണ്ടായാലും നിങ്ങൾ അതിനെ എങ്ങനെയാണ് അവോയ്ഡ് ചെയ്യാൻ പറ്റണമെന്നാണ് നിങ്ങളുടെ എനർജി, അങ്ങനെയാണ്. അപ്പോൾ ഇഷ്യൂസിനെയൊക്കെ അവോയ്ഡ് ചെയ്ത് അതിനെ ഡീൽ ചെയ്യാണ്ട് എസ്കേപ്പ് ചെയ്യണ എനർജിയാണ് 7 ഓഫ് സോഡ്സ്. അത് മാത്രമല്ല, എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ടോക്സിക് ബിഹേവിയർ, വേറെ ആൾക്കാരുടെ എന്തെങ്കിലും ഒരു ടോക്സിക് ബിഹേവിയർ ഉണ്ടാച്ചാലും നിങ്ങൾ അതിനെ ഇഗ്നോർ ആണ് ചെയ്യണത്. അതും ഒരു ചാലഞ്ചാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. നിങ്ങളുടെ ഇടയ്ക്ക് നിങ്ങളൊരു റിലേഷൻഷിപ്പിൽ സെപ്പറേറ്റഡ് ആണെച്ചാൽ ഈ പേഴ്സൺ നിങ്ങളുടെ കൂടെ കംപ്ലീറ്റ്ലി ഓണസ്റ്റ് അല്ല. ഇവിടെ എന്തോ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. ഓക്കെ, ഇവിടെ വേറെ കാര്യം എന്താ വെച്ചാൽ ഒരു അൺഎക്സ്പെക്റ്റഡ് പ്രഗ്നൻസി, അതിൻ്റെയും എനർജി ഇവിടെ കാണാണ്ട്. അപ്പോൾ നിങ്ങളുടെ അഡ്വൈസ് വേൾഡ് ആണ്. അപ്പോൾ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ നെക്സ്റ്റ് ലെവലിലേക്ക് നിങ്ങൾക്ക് യൂണിവേഴ്സ് ഒരു നെക്സ്റ്റ് ലെവലിലേക്കാണ് കൊണ്ടുപോകണേ നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ കരിയറിൽ. നിങ്ങളുടെ ലൈഫിൽ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ ഒരു അൺഎക്സ്പെക്റ്റഡ് പ്രഗ്നൻസി ആണ് വെച്ചാൽ അത് നിങ്ങളെ ഒരു ചേഞ്ച് ആണ്, വലിയ ലൈഫ് ചേഞ്ച് ആണ്. നിങ്ങളുടെ കരിയറിൽ ഞാൻ കാണുന്നത് ഒരു
ഞാൻ പറഞ്ഞ മാതിരി വലിയ ചേഞ്ച് ഉണ്ടാവും. വലിയ ചേഞ്ച് എന്ന് വെച്ചാൽ ഇവിടെ ഒരു നല്ല സമയമാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അത് ഉണ്ടാവും, അത് നല്ലൊരു സമയമാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വലിയ പ്ലാൻ ലോഞ്ച് ചെയ്യണം, ഇല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് ലോഞ്ച് ചെയ്യണം വെച്ചാൽ ഇത് നല്ല സമയമാണ് അത് ചെയ്യാൻ. അത് മാത്രമല്ല പുറമെ പോവാനുള്ള സമയവും നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണം വെച്ചാൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാം. ഓക്കെ, ജോലിക്ക് ആണോ ഇല്ല വെച്ചാൽ ഈ ഫർദർ സ്റ്റഡീസിനാണോ അതിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഒരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടും. അപ്പൊ ഈ വേൾഡ് നമ്മൾക്ക് ഇവിടെ ക്ലാരിഫൈ ചെയ്യാം. ലവേഴ്സ്, അപ്പോ ലവ് റിലേഷൻഷിപ്പിലും യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ ഇഷ്യൂനെ അവോയ്ഡ് ചെയ്യാണ്ട് അതിനെ ഡയറക്റ്റ് ആയിട്ട് കൺഫ്രണ്ട് ചെയ്യുക. ഇവിടെ ഒരു സോൾമേറ്റ് കണക്ഷൻ ഞാൻ കാണുന്നുണ്ട്. ഈ സോൾമേറ്റ് കണക്ഷൻ ഒരു സ്റ്റാഗ്നൻസി പോയിന്റിലാണ്, മുമ്പോട്ടും പോണില്ല, ബ്രേക്കപ്പും ആവണില്ല. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഡിസിഷൻ ഉണ്ടാക്കേണ്ടി വരും. എന്നുവെച്ചാൽ നിങ്ങൾ അതിനെ അവോയ്ഡ് ആയിരുന്നു ചെയ്യേണ്ടതിനെ, പക്ഷെ ആ ഇഷ്യൂനെ നിങ്ങൾക്ക് സോൾവ് ചെയ്യണം, ഇല്ലച്ചാൽ ആ ഇഷ്യൂനെ കൺഫ്രണ്ട് ചെയ്യണം. അപ്പോഴാണ് ഇവിടെ സൊല്യൂഷൻ വരുള്ളൂ. അപ്പോൾ അതാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഇപ്പൊ എന്താ നിങ്ങൾ പ്ലാൻ ചെയ്യണമെന്ന് വെച്ചാൽ അതിനെ ആക്ഷനിൽ ഇടുക. ഓക്കെ, അത് റിലേഷൻഷിപ്പ് ആവാം, കരിയർ ആവാം. എന്നുവെച്ചാൽ ഇപ്പോൾ നിങ്ങൾ റെഡിയാണ്, ആ നെക്സ്റ്റ് ഫേസ് ഓഫ് ലൈഫിന് വേണ്ടിയിട്ട് റെഡിയാണ്. അപ്പോൾ ഈ സമയം ആക്ഷൻ എടുക്കാനുള്ള സമയമാണ്. 4 ഓഫ് പെന്റിക്കിൾസ് ആണ് നിങ്ങളുടെ ഹിഡൻ ഫാക്ടർ. ഫിനാൻഷ്യലി കുറച്ച് സൂക്ഷിക്കുക. ഇത് സെക്കൻഡ് ടൈമാണ് ഫിനാൻഷ്യൽ കാര്യം ഇവിടെ വരണേ. ഫിനാൻഷ്യലി കുറച്ച് പൈസയുടെ കാര്യത്തിൽ സൂക്ഷിക്കുക. സ്പെൻഡിങ് കൂടുതൽ ഉണ്ടാവാം. കുറെ ഇമ്പൾസീവായി ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ട വെച്ചാൽ അത് ചിലപ്പോൾ ബാക്ക് ഫയർ ചെയ്യും. അപ്പോൾ സൂക്ഷിച്ചിട്ട് വേണം സ്പെൻഡ് ചെയ്യുക, സൂക്ഷിച്ചിട്ട് വേണം ചെലവാക്കുക. 4 ഓഫ് പെന്റിക്കിൾസ് ഇവിടെ എന്താണ്? ഹാങ്മാൻ. അപ്പോൾ ഈവൻ റിലേഷൻഷിപ്സിൽ നിങ്ങൾ കുറച്ചൊരു റിസർവ്ഡ് എനർജിയിലാണ്. അപ്പോൾ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ ലെറ്റ് ഗോ ചെയ്യുക. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട് വെച്ചാൽ അതിനെ സോൾവ് ചെയ്യുക ആൻഡ് മുമ്പോട്ട് പോവുക. ഇവിടെ ഒരു ന്യൂ ബിഗിനിങ് ഞാൻ കാണുന്നുണ്ട് ലവില്. ഓക്കെ, നിങ്ങളുടെ ഔട്ട്കം 3 ഓഫ് പെന്റിക്കിൾസ്. അഗൈൻ വർക്ക് കണക്റ്റഡ് ആണ് ഇത്. 3 ഓഫ് പെന്റിക്കിൾസ്, കൊലാബറേഷൻ, വേറെ ആൾക്കാരുടെ കൂടെ ഒരുമിച്ച് ടീമിൽ വർക്ക് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറെ നല്ല ഫേവറബിൾ ആണ് ഈ മാസം. 6 സോർഡ്സ്, നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായാലും നിങ്ങൾ മുമ്പോട്ടാണ് പോണേ. കുറച്ച് കൺഫ്യൂസിങ് മാസമാണ് ഈ മാസം. എന്നുവെച്ചാൽ കുറെ കാര്യങ്ങൾ ഒരുമിച്ച് ഉണ്ടാവുമ്പോൾ കുറച്ച് നിങ്ങളുടെ മനസ്സിലും കൺഫ്യൂഷൻ ഉണ്ടാവും, എന്താ വേണ്ടത്, എന്താ ചെയ്യേണ്ടതെന്ന്. പക്ഷെ അതൊക്കെ ഒരു ടെമ്പററി ഫേസ് ആണ്. ഓക്കെ, ഈ മാസം നിങ്ങളുടെ മൊത്തം എനർജി കരിയറിൽ തന്നെയാണ്. നിങ്ങളുടെ വേറെ ഒരു കാർഡും ഞാനിവിടെ റൊമാൻറ്റിക്, ഒരു 1-2 കാർഡ്സ് ഇവിടെ റൊമാൻറ്റിക് മെസ്സേജസ് ഉണ്ടായിരുന്നു. പക്ഷെ അതർവൈസ് മുഴുവനെ ഇതൊരു കരിയർ റിലേറ്റഡ് എനർജിയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ ഏഞ്ചൽ മെസ്സേജ് കാർഡ്സ് നോക്കാം എന്താണെന്ന്. ഗോൾഡ്, പാഷൻ, എപ്പിഫനി, ഓൺടർപ്രനർ ഡ്രിവൻ. അപ്പൊ ഞാൻ പറഞ്ഞ മാതിരി ഓൺടർപ്രനർ ഒരു ബിസിനസ് എനർജിയാണ്. നിങ്ങൾ നിങ്ങളുടെ ജോലിയിലാണ് കൂടുതൽ ഈ മാസം ഫോക്കസ് ചെയ്യണത്. ആൻഡ് ഈ മാസം നിങ്ങളുടെ കരിയറിന് നല്ല സമയമാണ്. അപ്പോൾ ഈ എനർജി നിങ്ങൾക്ക് ഈ മാസം യൂസ് ചെയ്യണം ആക്ച്വലി നിങ്ങളുടെ ഫിനാൻസസ്, നിങ്ങളുടെ കരിയറിൽ. എന്നുവെച്ചാൽ അത് കുറെ ഒരു പോസിറ്റീവ് ഔട്ട്കം ഉണ്ടാവും. ഓക്കെ, സൂക്ഷിക്കണ കാര്യം ഞാൻ പറഞ്ഞു ഓൾറെഡി. ഫിനാൻഷ്യലി എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യേണ്ട വെച്ചാൽ സൂക്ഷിക്കണം. അത് നിങ്ങൾ തറോ ആയി ചെക്ക് ചെയ്യണം. സ്കാമിൽ ഒന്നും പെടാൻ പാടില്ല. അപ്പോൾ അത് കുറച്ചൊരു ചെക്ക് ചെയ്യുക. പക്ഷെ അതർവൈസ് നല്ല സമയമാണ്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിംഗ് പൈസീസ്. ഇവിടെ സൈൻസ് ഞാൻ കാണുന്നത് ക്യാൻസർ ഉണ്ട്, കുറെ ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ഉണ്ട്, കുറെ പെന്റിക്കിൾ സൈൻസ് ഉണ്ട്, പൈസീസ് ഉണ്ട്, ഫയർ സൈൻ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ഉണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിംഗ്. ഐ ഹോപ്പ് ഇത് റെസനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ എന്നെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.